ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ ചില പ്രവചനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ട്രംപിന് ഇനി 4 മാസം കൂടി മാത്രമാണ് ആയുസ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ആ തരത്തിൽ ഇപ്പോൾ ചില അഭിമുഖങ്ങളിൽ ഒരു വിദഗ്ധൻ, അതായത് ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആദം ജെയിംസ് പറയുന്നത്. US രാഷ്ട്രീയ നിരീക്ഷകൻ ഡേവിഡ് പാക്മാനുമായുള്ള അഭിമുഖത്തിലാണ് ഈ വിചിത്രമായ അവകാശവാദം ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തായുള്ള ചില പെരുമാറ്റ രീതികൾ, ചില ഓർമ്മക്കുറവുകൾ, കൈകളിലുള്ള അസാധാരണമായ ചതവുകൾ, പൊതുപ്രസംഗങ്ങളിൽ അവ്യക്തവും പരസ്പര ബന്ധമില്ലാത്തതുമായ കാര്യങ്ങൾ പറയുന്നത് ഒക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല പ്രശ്നങ്ങളും മേക്കപ്പ് ഉപയോഗിച്ച് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിശദീകരണമൊക്കെയാണ് നൽകുന്നത്. ചില പ്രസംഗങ്ങളൊക്കെ അണികളെ ആശയക്കുഴപ്പത്തിലാക്കുകയും മറ്റും ചെയ്യുന്നു. പൊതുസ്ഥലങ്ങളിൽ മയങ്ങിപ്പോകുന്നു. മാധ്യമങ്ങളെ നേരിടുമ്പോൾ സ്ഥിരതയില്ലാത്ത അവസ്ഥയിലാകുന്ന പശ്ചാത്തലമൊക്കെയാണ് ഈ ട്രംപിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അജയ് സുധാ ബിജു ഉണ്ട്. അജയ് സുധാ ബിജു, ട്രംപിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് കാര്യങ്ങൾ ട്രംപുമായി ബന്ധപ്പെട്ട് പൊതുമധ്യത്തിലുണ്ട്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നം, പക്ഷാഘാത ലക്ഷണം, പ്രസംഗത്തിനിടയിൽ മയങ്ങിപ്പോകുന്നു, ചില അവ്യക്തമായ കാര്യങ്ങൾ പറയുന്നു, ചതവുകൾ പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ തന്നെ നല്ല പ്രായമുള്ള ഒരു വ്യക്തിത്വമാണ് ട്രംപ് എന്ന് നമുക്കറിയാം. ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതിന് എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? വൈറ്റ് ഹൗസ് എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? വൈറ്റ് ഹൗസ് ഇത്തരത്തിലുള്ള എല്ലാതരം റൂമറുകളും തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ട്രംപ് തന്നെ ഇതിനു മുൻപേ ഇതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം വാൾസ്ട്രീറ്റ് ജേർണലിന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ട്രംപ് ഇത്തരത്തിൽ വന്നിട്ടുള്ള അഭ്യൂഹങ്ങളെ പാടെ തള്ളിക്കളയുന്നത്. എന്നാൽ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി 28-ാം തീയതിയോടെയാണ് ഒരു പോഡ്കാസ്റ്റിൽ ഒരു പ്രമുഖ ഫിസിക്കൽ തെറാപ്പിസ്റ്റായിട്ടുള്ള ആദം ജെയിംസ് ട്രംപിൻ്റെ ഈ ആരോഗ്യസ്ഥിതിയെപ്പറ്റി വിശദീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അദ്ദേഹം ഒരു US രാഷ്ട്രീയ നിരീക്ഷണമാക്കിയിട്ടുള്ളത് ഈ ഡേവിഡ് പാക്മാൻ്റെ അഭിമുഖങ്ങൾ, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോകൾ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. അദ്ദേഹം കൂടുതലായിട്ട് ട്രംപിനെ വിമർശിക്കുന്ന വീഡിയോകൾ, അതുപോലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള മറ്റ് നേതാക്കളെ വിമർശിക്കുന്ന വീഡിയോകളെല്ലാമാണ് തൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. ഏതാണ്ട് അതേ ഒരു പാറ്റേണിലുള്ള വീഡിയോ തന്നെയാണ് ഈ പറയുന്ന ഡോക്ടറായിട്ടുള്ള ഈ ആദം ജെയിംസുമായിട്ടുള്ള അഭിമുഖം എന്നും കാണാൻ സാധിക്കും. ഈ ആദം ജെയിംസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ട്രംപിൻ്റെ അടുത്തിടെ പല പൊതുവേദികളിലുമുള്ള പെരുമാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ മാസം നടന്ന വേൾഡ് എക്കണോമിക് ഫോറം ഉണ്ട്. അപ്പോൾ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ട്രംപിൻ്റെ പ്രസംഗം പലർക്കും അത്ര വ്യക്തമായില്ല. പല കാര്യങ്ങളും മനസ്സിലാകാൻ സാധിക്കാത്ത രീതിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്, പല കാര്യങ്ങളും എടുത്തു സൂചിപ്പിച്ചത്. അതുമാത്രമല്ല, അടുത്തിടെ ഈ ഗ്രീൻലാൻഡ് വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഗ്രീൻലാൻഡിനെ ഐസ്ലാൻഡായി വിശേഷിപ്പിക്കുകയും ഐസ്ലാൻഡിന് പകരം അതിന് ഗ്രീൻലാൻഡായി വിശേഷിപ്പിക്കുകയും ഉൾപ്പെടെ ചെയ്തതുൾപ്പെടെ ഇത് വലിയ രീതിയിൽ അദ്ദേഹത്തിന് നേരെ കളിയാക്കലുകളായിട്ടൊക്കെ വന്നിരുന്നു. പിന്നെ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് ഉറങ്ങുക, കോട്ടുവായിടുക, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ മറുപടി പറയുക, അത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അടുത്തിടെ വൈറ്റ് ഹൗസിൽ വെച്ച് തന്നെ ഒരു പത്രസമ്മേളനം നടത്തുന്നതിനിടെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ആരോഗ്യ പ്രശ്നം നേരിടുകയും അദ്ദേഹം അത് തൻ്റെ സെക്രട്ടറിയോട് സൂചിപ്പിക്കുകയും പിന്നീട് കരോലിൻ ലെവിറ്റും പിന്നെ മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് മാധ്യമങ്ങളോട് മറുപടി പറയാൻ മറ്റൊരു റൂമിലേക്ക് അവരെ കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ട്രംപിൻ്റെ അനുയായികളായിട്ടുള്ള കരോലിൻ ലെവിറ്റ് ഉൾപ്പെടെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ അവിടെ നിന്ന് പിന്നീട് എഴുന്നേറ്റ് പോകുന്ന ഒരു കാഴ്ച ഉൾപ്പെടെ കാണാൻ സാധിച്ചു. പിന്നെ അടുത്തിടെ ഒരു റെഡ് കാർപ്പറ്റ് ഇവൻ്റ് ഉണ്ടായിരുന്നു. ആ റെഡ് കാർപ്പറ്റ് ഇവൻറ്റിൽ വെച്ച് ട്രംപ് മുടന്തി നടക്കുന്ന ഒരു ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ തലച്ചോറിലുണ്ടായ ഒരു പക്ഷാഘാതം കാരണമാണ് ഇത്തരത്തിൽ മുടന്തി നടന്നതെന്നാണ് ഈ ഡോക്ടർ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തലച്ചോർ ചുരുങ്ങുന്ന ഒരു രോഗമാണ് ട്രംപിന് ഉണ്ടായിട്ടുള്ളത്. ഇത് കാരണം തലച്ചോറിലെ കോശങ്ങൾ ഓരോന്നായി നശിക്കുകയും അടുത്ത 4 വർഷം മാത്രമേ അദ്ദേഹത്തിന് ആയുസുള്ളൂ എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളൊക്കെയാണ് ഈ ഡോക്ടർ നടത്തുന്നത്. എന്നാൽ ഇതിലൊന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ട്രംപിനിപ്പോൾ നിലവിൽ 79 വയസ്സാണ്. ഇനി അടുത്ത അദ്ദേഹം കാലാവധി കഴിഞ്ഞ് ഭരണത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് 82 വയസ്സാകും. അതോടുകൂടി അമേരിക്കയിൽ ഏറ്റവും പ്രായമായ പ്രസിഡന്റ് എന്നുള്ള ഒരു ഖ്യാതി അത് ട്രംപിനെ തേടിയെത്തും. ഇതിന് മുമ്പേ ആ ഖ്യാതി ഉണ്ടായിരുന്നത് ജോ ബൈഡൻ ആയിരുന്നു. എന്തായാലും ഈ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാവിധ റൂമറുകളും ട്രംപ് നിലവിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റൂമറുകൾ എന്നാൽ ഓരോ ദിവസവും വീണ്ടും സജീവമായി തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കും. നന്ദി അജയ് സുധാ ബിജു, വിവരങ്ങൾ പങ്കുവച്ചതിന്.